ഈ വീഡിയോയിൽ കുറേ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട് ജിയോ പൊളിറ്റിക്സിൽ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ പാകിസ്ഥാൻ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട്, അതായത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ റിലേഷൻഷിപ്പ് ഏറെക്കുറെ കുറച്ച് ബുദ്ധിമുട്ടിലാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ആണെങ്കിൽ ചൈനയുമായിട്ടും കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അമേരിക്കയെ അങ്ങ് വളച്ചെടുത്ത് കളയാം എന്നുള്ള നിലയിൽ ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വെൽക്കം ചെയ്യാണ് US-നെ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ കശ്മീർ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ പല രാജ്യങ്ങൾക്കും ഇടയിൽ സമാധാന കരാർ ഒപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ലൈനാണ് ഇപ്പോൾ. കാരണം എയിം ചെയ്യുന്നത് നൊബൽ പ്രൈസാണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പുള്ളിക്ക് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് വേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ പുള്ളി ഇടപെട്ടിട്ടാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചതെന്ന് ഇന്ത്യ സമ്മതിക്കണം. അതിന്റെ പേരിലാണ് ഇത്രയും സമ്മർദ്ദങ്ങൾ ഇപ്പം ഇന്ത്യയുടെ മേളിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ തെളിവാണ് പുള്ളി പുറത്തുവിടേണ്ടത്. അതിന്റെ തെളിവ് പുറത്തുവിട്ട് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പാർലമെന്റിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഗ്ലോബലി തന്നെ സ്വീകാര്യമാണ്. പക്ഷെ ട്രംപ് വെറുതെ ഒരു സെന്റൻസ് ഇങ്ങനെ വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് നിർത്തിയത്, ഞാനാണ് യുദ്ധം നിർത്തിയത് എന്നുള്ള രീതിയിൽ. അതിലുപരിയായിട്ട് എന്ത് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് നിർത്തിയത് എന്നുള്ളതും കൂടി പറയണം. അത് പുള്ളി പറയാൻ തയ്യാറല്ല. കാരണം അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞത്, അതിനെ പൊളിച്ചു കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ സ്റ്റേറ്റ്മെന്റിനെ പൊളിച്ചു കളഞ്ഞതുകൊണ്ട് തന്നെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടാണ് യുദ്ധം നിർത്തിയത് എന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ നല്ല രീതിയിലുള്ള ട്രേഡ് നടക്കാൻ പാടില്ലല്ലോ. ട്രംപ് പറഞ്ഞു വെച്ചത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അതിനെ ഡിനൈ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അവിടെ ട്രംപ് പറഞ്ഞ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് വളരെ പ്രസക്തി ആർജിക്കുന്നു ട്രംപിന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ടാണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നെഗോസിയേഷൻ ഇല്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ബദലായിട്ട് ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ പറയണം ട്രംപിന്റെ ഇടപെടലോട് കൂടിയാണ് ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചത് എന്നും കൂടി വെറുതെ എങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നെഗോസിയേഷനൊക്കെ ആവാം. ആ രീതിയിലാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇന്ത്യ വേറെ കളികൾ കളിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നയം വളരെ ശക്തമാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ ചാനലിൽ വരുന്നതായിരിക്കും. എന്ത് കാരണം കൊണ്ടാണ് ട്രംപ് ഇനി നെഗോഷിയേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള അവസ്ഥയ്ക്ക് തള്ളപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇടയ്ക്ക് വേണ്ടിയിട്ട് ട്രംപിന് നൊബൽ പ്രൈസ് ആണല്ലോ എയിം ചെയ്യുന്നത്. അപ്പൊ ട്രംപ് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള പല പ്രശ്നങ്ങളും നടക്കുന്ന രാജ്യങ്ങൾ, അസർബൈജാൻ, അർമേനിയ ആയിക്കോട്ടെ, കോങ്കോ, റുവാണ്ട ആയിക്കോട്ടെ, ഇതേപോലെ പല രാജ്യങ്ങളെയും വിളിച്ചു വരുത്തി വൈറ്റ് ഹൗസിൽ പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്ന തിടുക്കത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനെയും വിളിച്ചു വരുത്തിയിട്ട് കശ്മീർ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാന് ഒരു തവണയെ ട്രംപിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റൂ, പാകിസ്ഥാന് പലതവണ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, ട്രംപിനെ കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇന്ത്യയും കൂടി സമ്മതിക്കണം. ഇന്ത്യ അതിന് തയ്യാറല്ലല്ലോ. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ട്രംപിന് പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡയലോഗുകൾ ഇറക്കണോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇന്ത്യ, ജപ്പാൻ, UK, ഫ്രാൻസ് ഈ 3 രാജ്യങ്ങളുമായിട്ട് കൂടിച്ചേർന്ന് ഇഞ്ചിൻ മാനുഫാക്ചറിങ് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ശ്രമത്തിലാണ്. ആ ഒരു വിഷയത്തിൽ ഡീപ്പ് ലെവൽ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറി, അതായത് GE എഞ്ചിനുമായിട്ട് ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യും. അവർക്കും വേണമെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അവർക്കും വേണമെങ്കിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് അസംബ്ലി യൂണിറ്റ് എങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ശക്തമായ രീതിയിൽ ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ HAL-ന് ടർബോ ഫാൻ മാനുഫാക്ചറിങ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ എങ്കിലും കൊടുത്തത്. അമേരിക്കൻ കമ്പനികളെ തരം താഴ്ത്തുകയല്ല, ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അമേരിക്കയ്ക്കും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യ മാർക്കറ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നിട്ട് മാനുഫാക്ചറിങ് ചെയ്തിട്ട് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾക്ക് ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്യാം. അതിന് പല രീതിയിലുള്ള ഇളവുകളും പല രീതിയിലുള്ള കൺസെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നത്. GEക്കും ഈ ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് UK, ഫ്രാൻസ്, ജപ്പാൻ ഈ 3 രാജ്യങ്ങളുമായിട്ട് കൂടിച്ചേർന്നാണ് ഇഞ്ചിൻ മാനുഫാക്ചറിങ്ങിന് ഏകദേശം ധാരണയായിട്ടുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ ഡ്രോൺ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തിപ്പെടുത്തുകയാണ്. ആ മേഖലയിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് ആർജിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ത്യ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഡ്രോൺ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വെരിഫൈ ചെയ്ത് അവരെ സർട്ടിഫൈ ചെയ്യാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ചർച്ച ചെയ്ത്. അപ്പോൾ ഈ ഡ്രോൺ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ള കമ്പനികൾ എന്തെല്ലാം ഉണ്ടോ അവരൊക്കെ DRDOയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ
അവര് ഇൻസ്പെക്ഷൻ ടീമിനെ വിട്ട് ആ കമ്പനിയെ സർട്ടിഫൈ ചെയ്യാൻ അവർ തയ്യാറാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി. അതേപോലെ DRDO 23,855 കോടി ബഡ്ജറ്റ് നീക്കി വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ്. 8 മേഖലകളും ഇതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ 8 മേഖലകൾ DRDO ഈ 23,855.61 കോടി ചെലവില് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ്, ടോട്ടൽ ഡിഫൻസ് ബഡ്ജറ്റിൽ 5.25%. 5.25% ഈ ഒരു എമൗണ്ട്, ഈ തുക. ഈ 5.25% എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. ഈ എമൗണ്ട് നീക്കി വെച്ചുകൊണ്ട് 8 മേഖലകൾ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയാണെന്ന് പറഞ്ഞാൽ നമ്പർ 1 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 2 കോഗ്നിറ്റീവ് ടെക്നോളജി, 3 ക്വാണ്ടം ടെക്നോളജി, ന്യൂറോമോർഫിക് കമ്പ്യൂട്ടിംഗ്, മിലിറ്ററി സൈബർ ടെക്നോളജി, അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്, ISR എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി. ISR എന്ന് പറയുന്നത് ഇന്റലിജൻസ് സർവൈലൻസ് ആൻഡ് റെക്കഗ്നൈസൻസ് ടെക്നോളജീസ്. ഈ ഒരു 8 മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ 23,855.61 കോടി ചെലവാക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് നീക്കി വെച്ചിരിക്കുന്നത്. അതായത് ചെലവാക്കാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ചെലവാക്കാനല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് വർക്കുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെയൊക്കെ പ്രൊമോട്ട് ചെയ്യും, അവർക്ക് ഏറ്റവും കൂടുതൽ ഗൈഡൻസ് കൊടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസറി ടീമുകളെ കൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തും. അങ്ങനെ പല രീതിയിലുള്ള ഹെൽപ്പും ചെയ്തു തരും DRDO. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള 8 മേഖലകളാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇവിടെ. DAA COE എന്നാണ് വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അക്കാഡമിക് പ്രോഗ്രാമാണ്. DRDOയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന, അക്കാഡമിക്കൽ താല്പര്യത്തോട് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം ശരിക്കും 40% ഫണ്ട് നിങ്ങൾക്ക് തന്ന് സഹായിക്കും. പക്ഷെ ഐഡിയ നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അക്കാഡമിക് DRDO ഇൻഡസ്ട്രി അക്കാഡമിയ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. അതിൽ 50 കോടിയാണ് ഇതിന്റെ ബഡ്ജറ്റ് ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അതിന് 40 കോടി DRDO അക്കാഡമിക് സൈഡിൽ നിന്നും നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. 10 കോടി നിങ്ങൾ മുടക്കേണ്ടി വരും. അപ്പൊ ഇത് ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കമ്പനികൾക്ക് അപ്രോച്ച് ചെയ്ത് പ്രോജക്റ്റ് സ്റ്റാർട്ടപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ പറ്റിയ ഒരു സാഹചര്യമാണ്. ഇതിനകത്ത് ഡെവലപ്മെന്റ് കം പ്രൊഡക്ഷൻ പാർട്ട്ണർ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഡിഫറെന്റ് സെഗ്മെന്റ്സ് DRDOയുടെ കയ്യിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DRDOയുടെ സൈറ്റിൽ തന്നെ കയറി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഇസ്രായേലിന്റെ ബാരക് 8 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ ഇന്ത്യക്കുള്ളിൽ പരീക്ഷിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അത് ശരിക്കും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ജോയിന്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇസ്രായേലിന്റെ പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും കൂടുതൽ അതിനകത്തുള്ളത്. ഇന്റർജീനിയസ് ആയിട്ടുള്ള പാർട്സുകളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ റഡാറുമായിട്ട് ബന്ധപ്പെട്ട ആ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ കമ്പോണൻസ് ആണ്, ഇന്ത്യയുടെ ടെക്നോളജിയുമാണ് അതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സംയുക്തമായിട്ട് 2 രാജ്യങ്ങളും കൂടി ചേർന്ന് 2 പേരുടെയും ടെക്നോളജി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ ബാരക് 8 എന്ന് പറയുന്നത്. ആ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് പാകിസ്ഥാനെ ഇന്ത്യ നേരിടുന്ന സമയത്ത് പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ആംബർ വിങ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ ആംബർ വിങ്സ് കമ്പനി ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഞാനിവിടെ പലപ്പോഴും പല സ്റ്റാർട്ടപ്പ് കമ്പനികളെ ഞാനിവിടെ കുറിച്ച് പറയുന്നത് വെച്ചാൽ സ്റ്റാർട്ടപ്പിന് ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയിലാണ്. കാരണം സ്റ്റാർട്ടപ്പ് കമ്പനികൾ എന്തൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതൊരു മോട്ടിവേഷൻ ആവും, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതേപോലത്തെ ടെക്നോളജിക്കൽ മേഖലയിൽ പഠനം തുടരുന്ന സ്റ്റുഡൻറ്റുകൾക്ക് ഒരു മോട്ടിവേഷൻ ആവും. അത് തീർച്ചയായിട്ടും പാരൻസ് നിങ്ങളാണ് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ കാർഗോ ഡ്രോൺ, അതാണ് ഇവരുടെ ഐഡിയ. കാർഗോ ഡ്രോൺ ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇവർക്ക് അപ്രൂവലും കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. DGCA ഇന്ത്യ സർട്ടിഫിക്കേഷൻ ഇവർ നേടിയിട്ടുണ്ട്. അറ്റ്വ 1 എന്നാണ് ഈ ഒരു ഡ്രോണിന് പേര് അവർ നൽകിയിരിക്കുന്നത്. അറ്റ്വ 1 കാർഗോ ഡ്രോൺ. ഇനി കാർഗോ ഇതിൽ ഡെലിവറി ചെയ്യാം വീടുകളിലേക്കൊക്കെ. ഇനി ഒരു 5-6 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ സിറ്റിയിൽ തന്നെ ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഇവർ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇവർ മാത്രമല്ല, ഇതുപോലെ പല കമ്പനികളും മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഒരു ഓട്ടോ വിളിച്ച് പോയി കൊറിയർ എടുക്കുന്നത്, അല്ലെങ്കിൽ ബൈക്കിൽ നിങ്ങൾക്ക് വീടുകളിൽ കൊറിയർ സർവീസ് നടത്തുന്നത്, അതേപോലെ ഡ്രോൺ സർവീസിലൂടെ കൊറിയർ നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അതിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പൊ അങ്ങനെ ഇനി ഒരു 5-6 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സർവീസ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏതൊരു സിസ്റ്റവും സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ആകുമ്പോഴത്തേക്കും ചില പ്രതിസന്ധികളൊക്കെ നേരിടും.
കമ്പ്യൂട്ടർ വന്നപ്പോഴും ആ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കും അങ്ങനത്തെ പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് മനുഷ്യൻ അതിനെ റെസ്പോൺസിബിളി യൂസ് ചെയ്യാൻ പഠിക്കും, കാരണം അത് യൂസ് ടു ആവുകയാണ്. അതേപോലെ ഈ ഡ്രോൺ സംവിധാനം കൂടി വളരെ പോപ്പുലർ ആവും. അതായത് ഈ കൊറിയറിൽ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ റെക്കോർഡിംഗ് ആണ്. അതായത് ഏരിയൽ വ്യൂവിൽ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇത് പല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സിനെ ബാധിക്കുന്നുണ്ട്. ആ ഒരു കൺസേൺ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഇത് തടഞ്ഞു വെക്കാൻ പറ്റാത്ത ഒരു ഡെവലപ്മെന്റ് ആണ് ഈ കാർഗോ ഡെലിവറി മേഖലയിൽ വരാൻ പോകുന്നത്. NIB എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇസ്രായേലിൽ നിന്നും ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ആ ഓർഡർ ശരിക്കും ഷിപ്പ് മൗണ്ടഡ് റോക്കറ്റ് ലോഞ്ചർ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഏതാണ്ട് $17.52 മില്യൺ വെർത്ത് വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇന്ത്യൻ മണിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 150.62 കോടി ഇന്ത്യൻ റുപ്പി വെർത്ത് വരുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇത് ഓൾറെഡി തന്നെ ഇത് സൈൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഫിലിപ്പൈൻസ് ഇന്ത്യയിൽ നിന്നും 6 മുതൽ 9 യൂണിറ്റ് ബാറ്ററീസ്, അതായത് കോസ്റ്റൽ സൈഡിൽ ഡിപ്ലോയ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രഹ്മോസിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് നടത്തുകയാണ് ഫിലിപ്പൈൻസ്. അതിന്റെ പ്രൊപ്പോസൽ അവർ വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷൻസ് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഇന്ത്യ ഡിഫൻസ് ഡീലുകൾ മൊത്തം, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് ഡീലുകൾ മൊത്തത്തിൽ ക്യാൻസലാക്കി എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ത്യ ശരിക്കും P-81 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട അവർ 6 അഡീഷണൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരുന്ന ആ ഒരു ഓർഡർ മാത്രമാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. പിന്നെ രാജ്നാഥ് സിംഗ് അമേരിക്കയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അത് ചില നിർണായകമായിട്ടുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകാനുണ്ടായിരുന്നത്. ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒരു രീതിയിലും അമേരിക്കയുമായിട്ട് മുന്നോട്ട് വെച്ചിരുന്ന, പ്രപ്പോസ് ചെയ്തിരുന്ന, സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഡിഫൻസ് എഗ്രിമെന്റുകൾ ഒന്നും തന്നെ റദ്ദാക്കിയിട്ടില്ല. അത് വളരെ ശ്രദ്ധേയമായിട്ട് നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ട വിഷയമാണ്. ഇന്ത്യൻ ആർമി അന്വേഷിക്കുന്നുണ്ട് 200 ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചേതക് എന്ന് പറഞ്ഞ ആ ഒരു ഹെലികോപ്റ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ മോഡേൺ ഹെലികോപ്റ്ററുകൾ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡേൺ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടുത്താനാണ് ഇന്ത്യൻ ആർമിയിൽ, ഇന്ത്യൻ നേവിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് 45,000 കോടി വരുന്ന ഒരു പ്രോജക്റ്റാണ്. ഇതും HAL തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഓൾറെഡി തേജാസുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ എത്രയോ വർഷങ്ങൾ കിടന്ന് ഇഴഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു മാസത്തിൽ 2 എഞ്ചിൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് GE കമ്പനി സമ്മതിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിൽ അമേരിക്കയുമായിട്ട് നടക്കുന്ന ഈ ഒരു താരിഫ് വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അത് ഇന്ത്യയിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളത് പോലും നമുക്കിപ്പോൾ ഉറപ്പില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പം വീണ്ടും HAL കമ്പനിക്ക് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. ഇന്ത്യക്കുള്ളിൽ ഒരു കോമ്പറ്റീറ്റർ, അതായത് HALന് കോമ്പറ്റീറ്ററായിട്ട് ഒരു കമ്പനി ഉയർന്നു വരണം. എന്നാൽ മാത്രമേ HALന് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് വേണം. ആ ഒരു കുറവ് ഇന്ത്യക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കോൺട്രാക്റ്റുകളൊക്കെ വീണ്ടും ഇതേ കമ്പനികൾക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.